ഹായ് ഫ്രണ്ട്സ് ആൻഡ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ഏഞ്ചൽ ഹെൽത്ത് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ലോക്ക്ഡൗണിനോടനുബന്ധിച്ചൊരു ലോക്ക്ഡൗൺ ചാലഞ്ചാണ്. ബോയ്സിന് വേണ്ടിയാണ്. സിമ്പിൾ ചാലഞ്ചാണ്. സാധാരണ ചാലഞ്ച് പോലെ 1000 തവണ, 500 തവണ, 100 തവണ അങ്ങനെയൊന്നുമല്ല. വെറും 5 തവണ ചെയ്താൽ മതി. ലോക്ക്ഡൗണിൻ്റെ ഈ ഒരാഴ്ചയിൽ 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 5 തവണയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പുഷപ്പ്, ഒരു വെറൈറ്റി ഓഫ് പുഷപ്പാണ്. സൂപ്പർമാൻ പുഷപ്പ് എന്ന് പറയും. ഞാൻ ഒരു 6 തവണ ഞാൻ ചെയ്യും, അതിൽ കൂടുതൽ ചെയ്യില്ല. അപ്പോൾ ഇതൊരു ചാലഞ്ചിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് സേഫായിട്ട് വീട്ടിലിരുന്ന് അതുപോലെ തന്നെ ആരോഗ്യത്തോടെ വീട്ടിലിരിക്കണം. അപ്പോൾ ആരോഗ്യമുണ്ടാക്കാൻ ഒരു നല്ലൊരു വ്യായാമമാണ് പുഷപ്സ്, എസ്പെഷ്യലി ഫോർ ബോയ്സ്. നമ്മുടെ ചെസ്റ്റ്, നമ്മുടെ ഷോൾഡർ, നമ്മുടെ അപ്പർ ആം എല്ലാം സ്ട്രോങ് ആകും പുഷപ്സ് ചെയ്യുമ്പം. അപ്പം അങ്ങനെ പുഷപ്സ് ചെയ്യുമ്പം ഒരു വെറൈറ്റി ആയ ചാലഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇത് അച്ചീവ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റ് ചാലഞ്ചുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നിങ്ങൾ സ്ഥിരമായി കാണുന്നൊരു വ്യൂവർ ആണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ ഒട്ടും സമയങ്ങളാണ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ശരിയായ വിധത്തിൽ പുഷപ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം ഇതുപോലെ ഇരിക്കുക. ഇതുപോലെ ഇരുന്നതിന് ശേഷം കാൽമുട്ടുകൾ നിലത്ത് കുത്തി നമ്മുടെ ഷോൾഡറിൻ്റെ അളവിൽ നമ്മുടെ കൈ വെക്കുക. അതിനുശേഷം ഇതുപോലെ കൈപ്പത്തി ഒരളവ് വലത്തോട്ടും ഒരളവ് ഇടത്തോട്ടും അളന്ന് ഈ പൊസിഷനിലാണ് നോർമൽ പുഷപ്സ് നമ്മൾ ചെയ്യേണ്ടത്. കൈകൾ നിവർത്തി ശരീരത്തെ ഈ പൊസിഷനിൽ നിർത്തിയതിന് ശേഷം പുഷപ്സ് താഴോട്ടും മുകളിലോട്ടും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കൈമുട്ടുകൾ മടക്കി അതിനുശേഷം കൈകൾ നിവർത്തി താഴുകയും പൊങ്ങുകയും ചെയ്യണം. സൂപ്പർമാൻ പുഷപ്സ് ചെയ്യാൻ ആദ്യം നമുക്ക് നോർമൽ പുഷപ്സ് ശരിയായ രീതിയിൽ നന്നായിട്ട് ചെയ്യാൻ അറിയണം. ഇതുപോലെ ശരീരത്തെ സ്ട്രെയിറ്റായി നിർത്തി കൈകൾ സ്ട്രെയിറ്റായിട്ട് ഉയർത്തി വേണം ചെയ്യാൻ വേണ്ടി. ഒറ്റ സ്ട്രെച്ചിൽ മിനിമം ഒരു 25 തവണയെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റണം. ആദ്യം പറ്റുന്ന അത്രയും ചെയ്യുക. അതിനുശേഷം ക്രമേണ വർദ്ധിപ്പിച്ച് 25 തവണയിലേക്ക് കൊണ്ടുവരിക. സൂപ്പർമാൻ പുഷപ്സ് ചെയ്യാൻ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ജമ്പിങ് പുഷപ്സ് ആണ്. ഇതുപോലെ ചെറുങ്ങനെ കൈകൾ പൊക്കി, കൈകളും കാലുകളും പൊക്കി ജമ്പിങ് പുഷപ്സ് ചെയ്യുക. ആദ്യം ഇതും ചെയ്യാൻ പ്രയാസം തോന്നുകയാണെങ്കിൽ കാലുകൾ ലിഫ്റ്റ് ചെയ്യാണ്ട് കൈകൾ മാത്രം പൊക്കിയും താഴ്ത്തിയും പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം കൈകളും കാലുകളും ഒരുമിച്ച് പൊക്കി ജമ്പിങ് പുഷപ്സ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് സമയമെടുത്ത് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ക്രമേണ ജമ്പിങ്ങിൻ്റെ ഉയരം വർദ്ധിപ്പിച്ച് കൊണ്ടുവരണം. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ജമ്പിങ് പുഷപ്സും ഒരു 25 തവണ നമുക്ക് ചെയ്യാൻ പറ്റണം. സൂപ്പർമാൻ പുഷപ്സിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മൾ പുഷപ്സ് ചെയ്യുന്നതിൽ കൈകൾ രണ്ടും മുന്നോട്ടേക്ക് കുറച്ചിങ്ങനെ നീട്ടി അതിനുശേഷം സാധാരണ പുഷപ്സ് പൊസിഷനിൽ കൊണ്ടുവരണം. ആദ്യം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒന്ന് ചെയ്തതിന് ശേഷം കുറേ സമയമെടുത്തിട്ട് അടുത്ത് ചെയ്താൽ മതി. അങ്ങനെ കുറച്ചെങ്കിലും കൈകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആദ്യം പഠിക്കുക. അതിനുശേഷം ക്രമേണ കൈകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്ട്രെയിറ്റ് ആക്കാൻ ശ്രമിക്കുക. അപ്പം അത് ഒരു വിതിൻ 5 ഡേയ്സിനുള്ളിൽ അത് കൈകൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരും. ഇത് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ ആദ്യം കാലുകൾ ലിഫ്റ്റ് ചെയ്യാണ്ട് കൈകൾ മാത്രം മുന്നിലോട്ട് നീട്ടി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആദ്യം സിംഗിൾ സ്റ്റെപ്പായിട്ട് ഒരു സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നീട് 2 സ്റ്റെപ്പ് എടുത്തിട്ട് റെസ്റ്റ് എടുക്കുക. പിന്നീട് 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുക. അങ്ങനെ 5 സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുന്നവരെ നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുക. 5 സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾ നമ്മൾ സാധാരണ നീട്ടുന്നത് ആദ്യത്തെ നീട്ടുന്ന അത്രയും 5ാമത്തെ സ്റ്റെപ്പിൽ വരണം എന്നില്ല. കൈകൾ കുറഞ്ഞു വരും, നമുക്ക് സ്ട്രെങ്ത് കിട്ടില്ല. പക്ഷെ ക്രമേണ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ നല്ല ഹൈറ്റിൽ ജമ്പ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. ഹൈറ്റിൽ ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് കൈകൾ നിവർത്തി തിരിച്ച് പുഷപ്പ് പൊസിഷൻ വരാനുള്ള സമയം നമുക്ക് ലഭിക്കും.
സൂപ്പർമാൻ പുഷപ്സ് ചെയ്യുമ്പം നന്നായിട്ട് വാമപ്പും കൂടി ചെയ്യുന്നത് നല്ലതാണ്. സാധാ പുഷപ്സ് നന്നായിട്ട് ചെയ്യുക, ഒരു 10-25 തവണ ചെയ്യുക. അതിനുശേഷം ജമ്പിങ് പുഷപ്സ് ചെയ്യുക. അതിനുശേഷം വേണം സൂപ്പർമാൻ പുഷപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ക്രമേണ ഓരോ ദിവസവും നമ്പർ വർദ്ധിപ്പിച്ച് കൊണ്ടുവരിക. ക്രമേണ ഇതുപോലെ കൈകൾ സ്ട്രെയിറ്റ് ആയിട്ട് ഉയർത്തി നമുക്ക് സൂപ്പർമാൻ പുഷപ്സ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് ഏഞ്ചൽ ഹെൽത്ത് അക്കാഡമി അല്ലെങ്കിൽ ഏഞ്ചൽ ഡാൻസ് അക്കാഡമി. സോ സീ യു, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.